ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും ഹിന്ദുക്കളടക്കമുള്ള ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന പീഡനങ്ങൾക്ക് കാരണം ഭാരതത്തെ വെട്ടിമുറിച്ച കോൺഗ്രസും അവരുടെ നയങ്ങളുമാണെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾക്കും പീഡനങ്ങൾക്കുമെതിരെ ബംഗ്ലാദേശ് മതന്യൂനപക്ഷ ഐക്യദാർഢ്യ സമിതി നടത്തിയ സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു വത്സൻ തില്ലങ്കേരി. കോൺഗ്രസ് അന്ന് അധികാരാർത്ഥിമൂത്താണ് രാജ്യത്തെ വെട്ടിമുറിച്ചത് എന്നും ഹിന്ദുക്കളെ ചവിട്ടിത്താഴ്ത്തുന്നതാണ് കോൺഗ്രസിന്റെ മതനിരപേക്ഷത എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇവിടെ ന്യൂനപക്ഷവേട്ട ആരോപിക്കുന്നവരൊന്നും ബംഗ്ലാദേശിൽ ഹിന്ദു സമൂഹം ആക്രമിക്കപ്പെട്ടതിനെതിരെ മിണ്ടുന്നില്ല. ആ രാജ്യത്തെ ഹിന്ദുക്കൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച് പാലക്കാട് വലിയങ്ങാടിയിൽ പ്രകടനം നടത്താൻ CPM-നോ കോൺഗ്രസിനോ ധൈര്യമുണ്ടോ എന്നും വത്സൻ തില്ലങ്കേരി ചോദിച്ചു. കോൺഗ്രസിന്റെ നയങ്ങളെ പിന്തുണയ്ക്കുന്ന CPM-ഉം അതേ വഴിയിലൂടെയാണ് പോകുന്നത്. സത്യം പറയുന്നവരെ വർഗീയവാദികളാക്കുകയാണ്. അതാണ് ശശി തരൂർ MP-ക്ക് സംഭവിച്ചത്. ബംഗ്ലാദേശിൽ സംഭവിച്ചത് ഒരു ചൂണ്ടുപലകയാണ്. അതിനെതിരെ നാടിനെ ബോധവൽക്കരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ആരാണ് ഹിന്ദുവിന്റെ ശത്രു എന്ന് തിരിച്ചറിഞ്ഞേ പറ്റൂ. ശത്രു ആരെന്നറിഞ്ഞാൽ മാത്രമേ നമുക്ക് ശത്രുവിനെ ഇല്ലാതാക്കാൻ സാധിക്കുകയുള്ളൂ. ശത്രുവിനെ ഇല്ലാതാക്കിയാൽ മാത്രമേ നമുക്ക് നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. നിലനിൽക്കണമോ നശിക്കണോ എന്നുള്ളതാണ് ചോദ്യം. നിലനിൽക്കണമെങ്കിൽ നമ്മെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ശത്രു ആരാണ്? ആരുടെ പ്രവർത്തന ഫലമായിട്ടാണ് ഈ അവസ്ഥ ഹിന്ദുക്കൾക്കുണ്ടായത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. സ്വാതന്ത്ര്യ സമരത്തിന്റെ സമയത്ത് അന്ന് ദേശീയ പ്രസ്ഥാനം എല്ലാവരും അണിനിരന്ന ദേശീയ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നമ്മളോട്, ജനങ്ങളോട്, രാജ്യത്തോട്, ലോകത്തോട് പറഞ്ഞ വാഗ്ദാനം ഞങ്ങളൊരു മതേതര സംഘടനയാണ്. ഇത് ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും എല്ലാവർക്കും വേണ്ടിയുള്ള പ്രസ്ഥാനമാണ്. നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്വാതന്ത്ര്യ സമരമാണ്. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള സമരമാണ്. ബ്രിട്ടീഷുകാരാണ് അവരുടെ ഖലീഫയെ പുറത്താക്കിയത്. തുർക്കിയിലാണ് സംഭവം. സമരം അവർക്കെതിരായിട്ടാണ്. പക്ഷെ കൊന്നത് ഹിന്ദുവിനാണ്. ബലാത്സംഗം ചെയ്ത് ഹിന്ദു പെൺകുട്ടികളെയാണ്. തകർത്തത് ഹിന്ദു ക്ഷേത്രങ്ങളാണ്. നിരാലംബരാക്കപ്പെട്ടത്, ആട്ടിയോടിക്കപ്പെട്ടത്, അഭയാർത്ഥികളാക്കിയത് ഹിന്ദുക്കളെയാണ്. 50,000 ഹിന്ദുക്കളെയാണ് അഭയാർത്ഥികളാക്കിയത്. കോഴിക്കോടൊക്കെ പോയി അഭയാർത്ഥി ക്യാമ്പിൽ താമസിച്ചത് കോൺഗ്രസ് നടത്തിയ സമരമായിരുന്നു. ആ സമരം ജിഹാദികളുടെ കയ്യിലേക്ക് ഇട്ടുകൊടുത്തു. അവര് ഹിന്ദു വംശഹത്യ നടത്തി. മലബാർ, ലേറനാട്ടിൽ, വള്ളുവനാട്ടിലൊക്കെ. സ്വാമി ആശേഷാനന്ദ, സ്വാമി കൃഷ്ണാത്മാനന്ദ സരസ്വതി, സ്വാമി ദേവാനന്ദപുരി എന്നിവർ പ്രഭാഷണം നടത്തി. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന അതിക്രമം പ്രതിരോധിക്കാൻ ഭാരത സർക്കാരിന്റെ ഇടപെടൽ പ്രതീക്ഷയേകുന്നെന്ന് സമ്മേളനം അഭിപ്രായപ്പെട്ടു. RSS വിഭാഗ് സംഘചാലക് VK സോമസുന്ദരൻ അധ്യക്ഷനായി. സഹസംഘചാലക് ജയറാം, ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി CN ശ്രീരാമൻ, ജില്ലാധ്യക്ഷൻ G മധുസൂദനൻ, VHP വിഭാഗ് കാര്യദർശി C രവീന്ദ്രൻ, ക്ഷേത്ര സംരക്ഷണ സമിതി ജില്ലാധ്യക്ഷൻ RK മേനോൻ എന്നിവർ പ്രസംഗിച്ചു. UTV ന്യൂസ്, പാലക്കാട്.